കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവരുന്ന പുതിയ ബില്ലുകളെയും അതിനു പിന്നിലെ രാഷ്ട്രീയ അജണ്ടകളെയും കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന പുതിയ ബില്ലുകൾ ചതിക്കുഴികൾ നിറഞ്ഞതാണ്. വനിതാ സംവരണം എന്ന മനോഹരമായ വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കുന്ന രീതിയിൽ സർക്കാർ ഒട്ടേറെ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. സെൻസസും മണ്ഡല പുനർനിർണയവും കഴിഞ്ഞാൽ മാത്രമേ സംവരണം നടപ്പിലാകൂ എന്ന നിബന്ധന സ്ത്രീകളെ കബളിപ്പിക്കാനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ ബില്ല് നിലവിലുള്ള രീതിയിൽ പാസാക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ല എന്നും അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ ഇത്തരമൊരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തത് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ മണ്ഡല പുനർനിർണയം നടപ്പിലാകുന്നതിലൂടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേകിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കുറയ്ക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. ജനസംഖ്യാ നിയന്ത്രണം മികച്ച രീതിയിൽ നടപ്പിലാക്കിയ കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും രാഷ്ട്രീയ ലാഭം മാത്രം മുൻനിർത്തിയുള്ള ഇത്തരം നിയമ നിർമ്മാണങ്ങളെ പാർലമെന്റിൽ ശക്തമായി നേരിടുമെന്നുമാണ് KC വേണുഗോപാൽ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണ വീഡിയോ നമുക്കൊന്ന് മുഴുവനായി കണ്ടു നോക്കാം. മുഴുവൻ കശാപ്പ് ചെയ്ത് ഇന്ത്യയിലെ ഭരണം എല്ലാ കാലത്തും തങ്ങളുടെ കയ്യിൽ നിർത്താമെന്നാണ് ഈ ബില്ലിലൂടെ അവർ വ്യാമോഹിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അല്ല, അതൊന്നും നടക്കില്ല കാര്യമല്ല. എല്ലാവർക്കും മനസ്സിലാവില്ല ഇതൊക്കെ. വനിതാ സംവരണം 2023 പാസ്സാക്കിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണല്ലോ. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഖാർഗെജി ഈ 3 പ്രസംഗങ്ങൾ നിങ്ങൾ എടുത്തു നോക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ ഇപ്പം നടപ്പിലാക്കണം, 2024 നടപ്പിലാക്കണം. 540 അംഗ സഭയിൽ 1/3 വനിതകൾക്ക് കൊടുത്തുകൊണ്ട് 2024 നടപ്പിലാക്കണം പാർലമെന്റ് ഇലക്ഷനിൽ. ആരാണ് നടപ്പിലാക്കാഞ്ഞത്? അവരല്ലേ അന്ന് കൊണ്ടുവന്നത് ഈ നിയമം. അവരാണ് കൊണ്ടുവന്നത്. ആദ്യം സെൻസസ്, പിന്നീട് ഡീലിമിറ്റേഷൻ, എന്നിട്ട് വനിതാ സംവരണം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി കൊണ്ടുവന്ന ആരാണ്? പ്രതിപക്ഷമാണോ? കോൺഗ്രസ് ആണോ? ഞങ്ങളെന്ന് ആവശ്യപ്പെട്ടത് 543 അംഗ സഭയിൽ ആ സഭയിൽ 1/3 വനിതകൾക്ക് കൊടുത്തുകൊണ്ട് വനിതാ സംവരണം ഉറപ്പാക്കണമെന്നായിരുന്നു. ഒട്ടും വൈകാതെ ഉറപ്പാക്കണമെന്നായിരുന്നു. അവരാണ് കൊണ്ടുവന്നത് ആദ്യം സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ, എന്നിട്ട് വനിതാ സംവരണം. ഇപ്പോൾ അവരെന്താ നേരിട്ട് മലക്കം മറിഞ്ഞത് എന്താണ്? ഈ മലക്കം മറിച്ചതിൻ്റെ കാരണം എന്താണ്? പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം ഈ ഇന്നും നാളെയും നടത്തുന്ന സെഷന് അജണ്ട ഇല്ലയെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? കൃത്യമായ അജണ്ടയായിട്ടല്ല അവർ വരുന്നത്. അപ്പോൾ ജനാധിപത്യത്തെ എല്ലാ രീതിയിലും അവർ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. EDയും CBIയും ഉപയോഗിച്ചുകൊണ്ട് കശാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനെ കശാപ്പ് ചെയ്തിരിക്കുകയാണ്, ഉപയോഗിച്ച് കശാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലൂടെ സത്യത്തിൽ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്, മണ്ഡല പുനർനിർണയം എന്ന് പറയുന്നത് തങ്ങളുടെ അവകാശം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ താല്പര്യങ്ങൾ ആര് സംരക്ഷിക്കും? കേരളം പോലുള്ള സംസ്ഥാനത്തോട് നിരന്തരമായ അവഗണനയാണ്. നമ്മൾ സഖ്യ അറ്റത്തുള്ള സംസ്ഥാനമാണ്. ഞാൻ പ്രാദേശികവാദം ഞങ്ങളാരും പറയാറില്ല. പക്ഷേ മാന്യമായിട്ടുള്ളൊരു നീതി കൊടുക്കേണ്ട സംസ്ഥാനത്തിന് ഇപ്പം പറയുന്നതാണ് അവർ പ്രഖ്യാപിക്കുക. ബില്ലിലൊരു പ്രൊവിഷൻ, അവരുടെ പ്രഖ്യാപനം വേറെ. ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിരിക്കുന്നത് 50% സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന്. ആർക്കാ ഉറപ്പ് വേണ്ടത്? അതങ്ങനെ പറ്റുന്നത് ബില്ലിന് മാത്രമല്ല, ഇതിൽ ഡീലിമിറ്റേഷൻ്റെ സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഡീലിമിറ്റേഷൻ കമ്മീഷനുണ്ട്, ബില്ലിൽ പറഞ്ഞിട്ടുണ്ട്. ആരാ ഡീലിമിറ്റേഷൻ കമ്മീഷൻ? ഇവർ നിശ്ചയിക്കുന്ന ഒരു സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജി. അത് നമ്മൾ കണ്ടു ആസാമിലും ജമ്മു കാശ്മീരിലും. പിന്നെ ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറോ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്ന ഒരാൾ. മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഡീലിമിറ്റേഷൻസ് പിന്നെ 3/2 ഭൂരിപക്ഷത്തിന് ആവശ്യമില്ല. ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ഡീലിമിറ്റേഷൻ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എപ്പോൾ വേണമെങ്കിലും ഭേദഗതി ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള വലിയ ചതിക്കുഴികൾ, ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ചതിക്കുഴികളുള്ളൊരു ബില്ലാണ്. ഈ ബില്ലിനെ ഈ അർത്ഥത്തിൽ പാസ്സാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അല്ല, ഈ ബില്ല് പരാജയപ്പെട്ടിരിക്കും. ഡീലിമിറ്റേഷൻ്റെ ഭാഗം ഞങ്ങൾ ശക്തമായിട്ട് വോട്ടെടുപ്പ് ആവശ്യപ്പെടും. പ്രസ് ചെയ്യും, അതിനെ വോട്ട് നടത്തി പരാജയപ്പെടുത്തും. ഡീലിമിറ്റേഷൻ്റെ ഭാഗം. സഹോദര ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് രാജ്യത്തിൻ്റെ ഏറ്റവും ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തെ ബാധിക്കുന്ന വിഷയമാണ്. എനിക്കറിയില്ല എത്രമാത്രം മാധ്യമങ്ങൾ അതിനെ ഗൗരവമായിട്ട് കണ്ടിട്ടുണ്ട് ഈ ബില്ലിനെ. ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ അതിന് ഉപയോഗിക്കുന്നത് അങ്ങനെയാണല്ലോ ദേശീയ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ട്. അതും വനിതാ സമ്മേളനത്തിന് നമ്മളേത് 2023 പാസ്സാക്കിയിട്ട് 3 വർഷക്കാലം അത് വെച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ്റിന് ഒരു കുഴപ്പമില്ല. 543 അംഗ സഭയിൽ 1/3 അപ്പോൾ തന്നെ ചെയ്യാത്ത ഗവൺമെൻറ്റിന് ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്കാ കുഴപ്പം.